എഫക്ട്സ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വെർഷൻ എന്ന് പറഞ്ഞാൽ 2023 ആണ്. അപ്പോൾ ഇതിങ്ങനെ കിടക്കും, വെൽക്കം ടു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് കിടക്കും. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ് ഈ കിടക്കുന്നത്, വെൽക്കം ടു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ക്ലോസ് ചെയ്യുക. ഇതാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ പ്രോപ്പർട്ടീസാണ്. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. ഇൻഫർമേഷൻ ഉണ്ട്, ഓഡിയോ ഉണ്ട്, ലൈബ്രറി ഉണ്ട്, അലൈൻ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, ട്രാക്കർ ഉണ്ട്, പെയിൻ്റ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം ഇതിൻ്റെ അകത്ത്. ഓക്കെ, മെയിനായിട്ട് നമ്മളിപ്പോൾ മോഷൻ ഗ്രാഫിക്സാണ് ഇതിനകത്ത് ചെയ്യുന്നത്. വേറെ VFXലെ പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് എഡിറ്റിങ്ങിന് നമുക്കത് ബുദ്ധിമുട്ടാണ്. എഡിറ്റിങ്ങിന് പ്രീമിയർ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിൽ ചെയ്തിട്ട് നമ്മൾ പ്രീമിയറിൽ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇതിലിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കേടാണ്. സൗണ്ടൊക്കെ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതിലോട്ട് ഇതിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലിട്ട് അങ്ങ് എടുത്താൽ മതി. നമ്മൾ അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ക്വാളിറ്റി ലോസും കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ക്രിയേറ്റ് ന്യൂ കോമ്പോസിഷനും ന്യൂ കോമ്പോസിഷൻ ഫ്രം ഫുട്ടേജ്. അപ്പോൾ ഫുട്ടേജിൽ നിന്നുള്ള ഒരു കോമ്പോസിഷൻ, അപ്പോൾ അതല്ല എനിക്ക് വേണ്ടത്. എനിക്കൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന പ്രൊജക്റ്റാണ് ഇവിടെ എഫക്ട്സ് കൺട്രോൾ. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. അഥവാ ഇതിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തും കണ്ടോ, ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് ഓരോ സ്ഥലത്തും എന്ത് ഹൈലൈറ്റ് ആവും. ഇതാ ഒരു നീല വര വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കിതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് പോകും. ഇനി അത് ക്യാൻസൽ ചെയ്തു ക്ലിക്ക് ചെയ്താൽ നീല വര വരും. ഉണ്ടല്ലോ, മീൻസ് ആ ഏരിയയാണ് ഹൈലൈറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത് ടൈം ലൈനാണ്. ഇത് നമ്മുടെ പ്രൊജക്റ്റും ബാക്കി എഫക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇത് അകത്തോട്ട് കയറുന്നു ലെയർ, കോമ്പോസിഷനും ലെയറും രണ്ടാണ്. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. ഇപ്പോൾ ഞാൻ ഈ ലെയറിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കാണാതായി കഴിഞ്ഞാൽ എഫക്ട്സിൻ്റെ അകത്ത് വിൻഡോയ്ക്കകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഉണ്ടോ, എന്തെങ്കിലും മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇപ്പോൾ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഹൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പെയിൻ്റ് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള റൈറ്റ് ഹാൻഡ് സൈഡിലെ കാര്യങ്ങളെല്ലാം മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫോട്ടോഷോപ്പും എല്ലാ ഇലിസ്ട്രേറ്ററും എല്ലാം പോലെ തന്നെയാണ്. വിൻഡോയ്ക്കകത്ത് നിന്ന് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു പ്രോജക്റ്റ്, ഞാനൊരു പുതിയതായിട്ടൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. ക്രിയേറ്റ് ന്യൂ കോമ്പോസിഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കോമ്പോസിഷൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയുകയാണ് മൈ ഫസ്റ്റ് വർക്ക് എന്ന് ഞാൻ ചുമ്മാ കൊടുത്തു. എന്നിട്ട് ഇപ്പം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1920x1080. 80 എന്ന് വെച്ചാൽ HD ആണ്. HD റെസൊല്യൂഷനാണ് കണ്ടോ, HD എന്ന് കാണിക്കും. അല്ല, ഇതിൻ്റെ അകത്ത് 4K ഉണ്ട്. അതായത് തിയേറ്ററിൽ കൊടുക്കാനുള്ള സംഭവം വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. കണ്ടോ, ഫിലിം 2K ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോഷ്യൽ മീഡിയ, ലാൻഡ്സ്കേപ്പ്, സോഷ്യൽ മീഡിയ, സ്ക്വയർ. അപ്പോൾ ഏതാണ് നമ്മുടെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതെന്താണ്, അതിൻ്റെ ആ സെറ്റിങ്സ് മാത്രം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പിടിച്ച് കൊടുക്കാം ഡീഫോൾട്ട്. ഇതൊന്നുമല്ല, കസ്റ്റമായിട്ട് എനിക്കിവിടെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ടൈപ്പ് ചെയ്തും കൊടുക്കാൻ പറ്റും. മനസ്സിലായി? കസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 1920x1080. ഇതാണ് നോർമൽ വരുന്ന ഇതാണ്. ഇതിപ്പോൾ നമുക്ക് ലോക്കും അൺലോക്കും ചെയ്യാൻ പറ്റും ആസ്പെക്ട് റേഷ്യോ. അത് തൽക്കാലം നമ്മളൊന്നും ചെയ്തില്ല. ഇത് കസ്റ്റമാണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ HD ഇങ്ങനെ ക്ലിക്ക് ചെയ്താലും ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കസ്റ്റം ആകുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാം. പിന്നെ ഉള്ളത് അഡ്വാൻസ്ഡ് ആണ്. അതിപ്പോൾ നമുക്ക് നോക്കണ്ട. 3D റെൻഡറാണ്. റെൻഡർ 3Dയിലോട്ട് പോകുന്നത്. അത് നമുക്ക് 3D നോക്കാം. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുൾ റെസൊല്യൂഷനിലിട്ട് ചെയ്യുക. അപ്പോൾ ഫുൾ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എഫക്ട്സ് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുക. പിന്നെ വരുന്നത് ഡ്യൂറേഷനാണ്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര സെക്കൻഡ് നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. മിനിറ്റ്, അവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ വലിച്ചൊരു ഫുട്ടേജ് ഇടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു ഡ്യൂറേഷൻ കാണുമല്ലോ. ആ ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മൾ പുതിയതായിട്ട് നമ്മളിപ്പോൾ ഒരെണ്ണം സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു 25 സെക്കൻഡ് 30 സെക്കൻഡ് വീഡിയോ ആണെന്ന് നമുക്ക് എന്നാൽ ഇവിടെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അല്ല, നമ്മുടെ കയ്യിലൊരു ഫുട്ടേജ് വരെയാണെന്നുണ്ടെങ്കിൽ ആ ഡീഫോൾട്ടായിട്ട് ആ ഒരു ഫുട്ടേജിൻ്റെ സൈസ് ഇത്ര സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഇത് ബോധർ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ബോധർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് കുറവ് അത് കൂടുതലാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിംസ് നമ്മളെ കണ്ണിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുള്ളതാണ് ഫ്രെയിം റേറ്റ്. ഇപ്പോൾ എനിക്ക് 24 വേണ്ട, 25 വേണ്ട, 24 ഇട്ടാലും സെയിം തന്നെയാണ്. അല്ല 30 വരെ പോയാലും ഏകദേശം സെയിം തന്നെ കിട്ടും. പിന്നെ ഓരോ പ്രൊജക്റ്റും ഓരോ ഇതിലായിരിക്കും ചെയ്യുന്നത്. ക്ലയൻറ്റ് നമുക്ക് ഓരോ പ്രൊജക്റ്റും ഓരോ സെറ്റപ്പിലായിരിക്കും തരുന്നത്. ചിലർ 25 തരും, ചിലർ 30 തരും,
അത് നമ്മുടെ ഇതനുസരിച്ച് അവരനുസരിച്ച് മാറ്റി ചെയ്യുക. ചിലപ്പോൾ ഇത് മാറിയ പണി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഏതാണെന്നുള്ള ഒരു കാര്യം ഓർത്ത് വയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ അനിമേഷൻസ് ഒക്കെ ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ഫ്രെയിം റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കഴിഞ്ഞാൽ 12 ആണെങ്കിൽ വേറെ രീതിയിലായിരിക്കും പോകുന്നത്, 24 12 ഒന്നും വ്യത്യാസമില്ലേ, അപ്പോൾ വേറെ രീതിയിലായിരിക്കും പോകുന്നത്. സ്പീഡിനും കാര്യങ്ങളും എല്ലാം നമുക്ക് ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഓക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതാണ് എൻ്റെ ഫസ്റ്റ് കോമ്പോസിഷൻ. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഫസ്റ്റ് കോമ്പോസിഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് എനിക്ക് മൾട്ടിപ്പിൾ വർക്ക് ചെയ്യാം. പുതിയ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് മൈ ഫസ്റ്റ് വർക്ക്, ഇതുണ്ടോ മൈ സെക്കൻഡ് വർക്ക് കണ്ടോ. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇതിൽ വർക്ക് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് രണ്ടാമത്തേൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഒരു സമയത്ത് തന്നെ എനിക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോമ്പോസിഷനിൽ വർക്ക് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ കോമ്പോസിഷൻ ഡിലീറ്റ് ആവും. അതേപോലെ തന്നെ ഇതും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഡിലീറ്റ് ആവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ എഫക്ട്സിനകത്ത് ഒരു കോമ്പിലെങ്കിലും വേണം, ഒരു കോമ്പെങ്കിലും നമുക്ക് വേണം. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഓട്ടോ ഇട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ഓട്ടോ എന്ന് പറഞ്ഞാൽ ക്വാർട്ടറാണ് സംഭവം കണ്ടോ. ഓട്ടോ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്വാർട്ടറിൽ കയറും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഹെവി ആവാനുള്ള ചാൻസ് ഉണ്ട്. സിസ്റ്റം ഭയങ്കരമായിട്ട് പിടിക്കും. ചെറിയ കാര്യങ്ങൾക്കൊന്നുമല്ല, വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹെവി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അനിമേഷൻ ചെയ്യാം. അപ്പോൾ അനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് എടുക്കാം. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കേട്ടോ ഹൊറിസോണ്ടൽ ടൈപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് മൈ ഫസ്റ്റ് അനിമേഷൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്താൽ ഓക്കെ. ഇതിപ്പോൾ ക്വാർട്ടറിലാണ് കിടക്കുന്നത്. സൂം ചെയ്യണമെങ്കിൽ മിഡിൽ മൗസിൽ സൂം ചെയ്യാം. വലിയ ക്വാളിറ്റി ലോസ് ഒന്നും ഇല്ലെങ്കിലും നമുക്കത് കാണുമ്പോൾ അത്ര വൃത്തിയോടും കൂടി അല്ല കാണാൻ പറ്റുന്നത്. കാരണം എന്താണ്, നമ്മൾ ഇപ്പോൾ ഇത് ഫുൾ ഓട്ടോയിലാണ് കിടക്കുന്നത്. ഞാൻ അതിന് ഫുള്ളാക്കി കഴിഞ്ഞാൽ നമ്മൾ റെൻഡർ ചെയ്യുമ്പോഴേ അത്രയും ക്വാളിറ്റി നമുക്ക് അതിൻ്റെ അത് കാണാൻ പറ്റില്ല. എത്ര സൂം ചെയ്താൽ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാർട്ടർ ആകുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇരിക്കും, ഫുള്ളാകുമ്പോൾ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായി. പക്ഷേ സൂം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി ലോസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും, കാരണം അത് ചെറുതായിരിക്കുകയല്ലേ. ഇതാണ് ഇതിൻ്റെ പിവട്ട് പോയിന്റ്. പിവട്ട് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പിവട്ട് പോയിന്റ് എടുത്ത് പോയി. ഓക്കെ, അല്ല പിവട്ട് പോയിന്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കൺട്രോൾ ഓൾട്ട് ഹോം ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോം ഉണ്ടല്ലോ, ഹോം ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലോട്ട് വരും. കൺട്രോൾ ഓൾട്ട് ഹോം കൺട്രോൾ ഓൾട്ട് ഹോം കൺട്രോൾ ഓൾട്ട് ഹോം കൺട്രോൾ ഓൾട്ട് ഹോം അടിക്കുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസിലോട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടിയിലോട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാരഗ്രാഫ്, സെൻറ്റർ ടെക്സ്റ്റ്, അതേപോലെ തന്നെ റൈറ്റ് അലൈൻ. ഇത് പാരഗ്രാഫിൻ്റെ സെറ്റപ്പാണ്, അതുകൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത്. പാരഗ്രാഫ് അലൈൻ ചെയ്യാനുള്ള സംഭവമായിട്ട് ആയതുകൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിൻഡോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി അലൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം കാണിക്കും കണ്ടോ. ബൈ കോമ്പോസിഷൻ, അതായത് നമ്മുടെ കോമ്പോസിഷൻ അനുസരിച്ച് ഇതിന് അലൈൻ ചെയ്യാം. അലൈൻ ലെഫ്റ്റ് കണ്ടോ, ലെഫ്റ്റിലോട്ട് പോയാണ്ടോ. അലൈൻ ഹൊറിസോണ്ടലി, അലൈൻ റൈറ്റ് കണ്ടോ, നമ്മൾ എവിടെയാണ് ഇരുന്നത് അതിനനുസരിച്ച്. അതുപോലെ അലൈൻ ടോപ്പ്, അലൈൻ വെർട്ടിക്കലി, ദെൻ അലൈൻ ബോട്ടം. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ അലൈൻ ചെയ്യാം. അപ്പോൾ എവിടെയാണ് ഇരുന്നത് അതനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും കണ്ടോ. എവിടെയാണെന്ന് വെച്ചാൽ ആ ഒരു പൊസിഷൻ അലൈൻ ചെയ്യും. ബൈ കോമ്പോസിഷനാണ്. ബൈ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിലേ ബൈ സെലക്ഷൻ വരുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഒരു കോംബോ മാത്രമേ ഉള്ളൂ, കോംബോ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് അതിനെ പിടിച്ച് കറക്റ്റ് ആ ഒരു രീതിയിൽ സെൻറ്ററിൽ പിടിക്കാം തൽക്കാലം. ഓട്ടോ സെൻറ്റർ അറേഞ്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിനെ നമുക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എസ് ആണ്. എസ് ഫോർ സ്കെയിൽ. എസ് അടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്കെയിൽ ചെയ്യാം കണ്ടോ. ഫസ്റ്റിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ സ്കെയിൽ ചെയ്തു. ഇനി ഇവിടെ എന്തെങ്കിലും ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കണ്ടോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും കാണാനില്ലെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇത് കണ്ടോ, എക്സ്പാൻഡ് ഓർ കൊളാപ്സ്. അത് കഴിഞ്ഞിട്ടുമുണ്ട്, ഇത് കഴിഞ്ഞിട്ടുമുണ്ട് കേട്ടോ. ഇതിനകത്ത് പല കാര്യങ്ങളും ഹിഡൻ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത്രയും കാണണമെന്നുണ്ടെങ്കിൽ ഇത്രയും എടുക്കുക. തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ 1 2 3 4 എല്ലാം ഹൈഡായി.
ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുക. ആവശ്യത്തിന് മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതി. നമുക്ക് അത്യാവശ്യം ഉള്ള കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടി മാത്രമേ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിൽ. ടി ഫോർ ഒപ്പാസിറ്റി. കണ്ടോ, ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒപ്പാസിറ്റി കുറയും. ടി ഫോർ ഒപ്പാസിറ്റി, ടി ആണ് ടി. എസ് ഫോർ സ്കെയിൽ, ആർ ഫോർ റൊട്ടേഷൻ. ആർ ഫോർ റൊട്ടേഷൻ. ആർ ഫോർ റൊട്ടേഷൻ, ടി ഫോർ ഒപ്പാസിറ്റി, എസ് ഫോർ സ്കെയിൽ, ദെൻ പി ഫോർ പൊസിഷൻ. ബാക്കിയെല്ലാം കോമൺ ആണ്. പി എന്ന് പറയുമ്പോൾ പൊസിഷൻ, എസ് എന്ന് പറയുമ്പോൾ സ്കെയിൽ. അതൊക്കെ നോർമൽ തന്നെയല്ല. ആർ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ. പക്ഷേ ഒപ്പാസിറ്റിക്ക് ഓ അല്ല, ഒപ്പാസിറ്റിക്ക് മാത്രം ഒരു വ്യത്യാസമുണ്ട്. ടി ആണ് ഒപ്പാസിറ്റി. ഓക്കെ, അപ്പം ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ എടുക്കുന്നതിന് പകരം ഇവിടെ ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. കണ്ടോ, പക്ഷേ ഇത് മെനക്കേടാണ്. ഇങ്ങനെ പഠിക്കരുത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതിൻ്റെ അകത്ത് പോയി എടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എപ്പോഴും ഷോർട്ട് കട്ടിൽ വേണം നമ്മൾ ഫസ്റ്റ് മുതലേ പഠിക്കാൻ. അപ്പോൾ ഞാൻ ഇതിനൊന്ന് സ്കെയിൽ ചെയ്യണേ. എസ് അടിച്ചു. ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. കണ്ടോ, ഈ ഡോട്ടിൻ്റെ ഇത് പറയുന്നത് ടൈം വേരി സ്റ്റോപ്പ് വാച്ച് ടോഗിൾ എബിലിറ്റി ഓഫ് പ്രോപ്പർട്ടി ടു ചേഞ്ച് ഓവർ ടൈം. ഓൾട്ട് ക്ലിക്ക് ആഡ് ഓർ റിമൂവ് എക്സ്പ്രഷൻ. ഞാൻ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ വരും. കണ്ടോ, ഇത് എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ പോകും. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമും സ്കെയിലും. കണ്ടോ, ട്രാൻസ്ഫോം ആൻഡ് സ്കെയിൽ എന്ന് പറയുന്ന എക്സ്പ്രഷനാണ് ഇതിൻ്റെ. അതിലോട്ട് നമ്മൾ പോകുന്നില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കീ വീഴും. കണ്ടോ, ഒരു കീ വീഴും. കീ ഇത് എവിടെയുണ്ട്? ഒരു കീ ഇതാണ് നമ്മൾ ഫസ്റ്റ് കീ. ഇവിടെ സെലക്ട് ചെയ്യുക, മൂവ് ചെയ്യുക. ഇതാണ് നമ്മൾ കീ. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് കീ ഇടാം. അത് റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ റിമൂവ് ആവും. കണ്ടോ, ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത എക്സ്പ്രഷനാണ്. അതിപ്പോൾ പോവേണ്ട ആവശ്യമില്ല. ഓൾട്ട് ഹോൾഡ് ചെയ്ത് തന്നെ തിരിച്ച് ക്ലിക്ക് ചെയ്താൽ അതിൽ നമ്മളങ്ങ് തിരിച്ചിറങ്ങും. ഇപ്പം ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു കീ ഫ്രെയിം ആഡ് ആയി. കണ്ടല്ലോ. ഇനി ഞാൻ ഇതിനെ മൂവ് ചെയ്ത് ഒരു 4 സെക്കൻഡ് കൊണ്ട് വെച്ചിട്ട് ഇതുണ്ടോ, ആഡ് ഓർ റിമൂവ് കീ ഫ്രെയിം. ഇവിടെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ആവും. ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്താൽ റിമൂവ് ആവും. ഓക്കെ, ഞാൻ ആഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന സ്കെയിലല്ലേ, സ്കെയിലിനെ പതുക്കെ ഒന്ന് മൂവ് ചെയ്യുക. വെറുതെ മൂവ് ചെയ്താൽ മതി. ഇതുണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് വെറുതെ വലിച്ചു കൊടുത്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ലെഫ്റ്റ് മൗസ് കൈ വിടരുത്. പതുക്കെ ഡ്രാഗ് ചെയ്തും കൊണ്ടുപോവുക. കൈ എടുക്കുന്നു. എന്നിട്ട് നമ്മളിതിനെ ജസ്റ്റ് സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് അനിമേഷൻ ആയി കഴിഞ്ഞതാ. ഓക്കെ, അപ്പം ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം എടുക്കുകയാണ്. മീൻസ് ഈ ഒരു സംഭവം നമുക്ക് ഇത്രയും സൂം ചെയ്ത് വരാൻ വേണ്ടി നമുക്ക് ഇത്രയും സമയം എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും സമയം വേണം, എനിക്ക് പെട്ടെന്ന് ഇത് കാണണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കുക, പ്ലേ ചെയ്യാം. കണ്ടോ, ഓക്കെ. എനിക്ക് ഇനിയും കുറച്ചും കൂടെ സ്പീഡിൽ വരണമെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും മൂവ് ചെയ്ത് ഇവിടെ വെച്ചു. ഇതിപ്പോൾ നോക്കിയാൽ ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പം ദൂരെ ആകും തോറും, കീ ഫ്രെയിം ദൂരെ ആകും തോറും നമ്മുടെ അനിമേഷൻ എന്തായിരിക്കും, സ്ലോ ആയിരിക്കും. അടുപ്പിക്കും തോറും നമ്മുടെ അനിമേഷൻ എന്തായിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്കെയിലിൽ ഞാനിപ്പോൾ ഒരു കീ ഇട്ടു അല്ലേ, സ്കെയിലിൽ ഒരു കീ വീണു. വീണ്ടും എസ് അടിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ച് കയറിപ്പോകും. കണ്ട, പിന്നെ അത് കാണിക്കില്ല. വീണ്ടും എസ് അടിച്ച് കഴിഞ്ഞാൽ കാണിക്കും. ഇനി 6 അടിച്ചു കഴിഞ്ഞാൽ റൊട്ടേഷനാണ്. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പം എസ് അടിച്ചു കഴിയുമ്പോൾ ഒരു കീ ഫ്രെയിം ഇവിടെ ഉണ്ട്. പക്ഷെ 6 അടിച്ചു കഴിയുമ്പോൾ എനിക്കിത് കാണാൻ പറ്റുന്നില്ല. അതൊരു പണിയാണ്. മീൻസ് എനിക്ക് അറിയണ്ടേ ഏതുവരെയാണ് അവിടെ അനിമേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അതനുസരിച്ചല്ലേ എനിക്ക് റൊട്ടേഷൻ അനിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, ഒരു കീ. പക്ഷേ എനിക്ക് ഇപ്പോഴും എന്ത് കാണാൻ പറ്റുന്നില്ല, സ്കെയിലിൻ്റെ അനിമേഷൻ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തിട്ട് യു അടിക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് 2 അനിമേഷനും കാണാൻ പറ്റും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 അനിമേഷൻ വേണം. അറ്റ്ലീസ്റ്റ് 2 കീ ഫ്രെയിംസോ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ യു അടിച്ചപ്പോൾ കണ്ടോ എന്താണ് സംഭവിച്ചത് നോക്കിയേ. 2-3 പ്രാവശ്യം യു അടിക്കരുത്, എല്ലാം കൂടെ കയറി വരും. നമുക്ക് ഒരു യു ഇനഫാണ്. ഇനി നമുക്ക് റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. റൊട്ടേഷൻ ഞാൻ ഒരു കീ ഇട്ടിട്ടുണ്ട്. പതുക്കെ മൂവ് ചെയ്തിട്ട് എവിടെയാണ് ഇതിനെ കറക്കേണ്ടത്. എനിക്ക് ഇവിടെ ഇട്ട് കറക്കണമെന്നുണ്ട്, ഇവിടെ ഇങ്ങനെ കറക്കാം. ഇതാ കണ്ടോ, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ മൂവ് ചെയ്ത് വന്നു. വീണ്ടും ഇതിനെ കറക്കി ഇങ്ങനെ വന്നു. ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ നമുക്കതിനെ ഒറിജിനൽ മൂവ്മെൻറ്റിലേക്ക് കറക്കാം. ഇങ്ങനെ കറക്കിയാൽ പോരാ കേട്ടോ. പതുക്കെ ഓരോ ഫ്രെയിം ആയിട്ട് കറക്കുക, എന്നാലേ അത് കറക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നോക്കിയേ, അവിടെ എത്തുമ്പോൾ സ്പീഡാവും. എന്താ കാരണം ലാസ്റ്റ് അവിടുത്തെ കറക്കും പ്രോപ്പറായിട്ടല്ല കറക്കിയത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് 2 കാണാൻ പറ്റുന്നുണ്ട്.
ഇപ്പോൾ രണ്ടിലും രണ്ട് അനിമേഷൻ വരുന്നതുകൊണ്ട് ഇനി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിലേ കൊടുക്കണം. എനിക്ക് സ്കെയിൽ കണ്ടിട്ട് റൊട്ടേഷൻ കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്കെയിലിൻ്റെ പകുതി കണ്ടിട്ട് റൊട്ടേഷൻ കണ്ടാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ഇത് കണ്ടോ സ്വല്പം മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് സ്കെയിൽ തുടങ്ങിയതിന് ശേഷം പതുക്കെ ഇത് സ്റ്റാർട്ടാവും. ഇനി കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിലോ ഫുൾ സെലക്ട് ചെയ്യുക, ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ വരും. മനസ്സിലായ സംഭവം? അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് രണ്ടും കാണാൻ പറ്റും. ഓക്കെ, ഇനി സ്കെയിലും റൊട്ടേഷനുമായി ഇനി നമുക്ക് പൊസിഷൻ അനിമേറ്റ് ചെയ്യാം. അപ്പോൾ പി അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണൂല, കാരണം പൊസിഷന് കീ ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കീ അടിച്ചതിന് ശേഷം നമ്മൾ എന്തടിക്കുക, യു അടിക്കുക, യു. ഓക്കെ, അപ്പോൾ അതാണ്ടോ ഒരു കീ ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ എവിടെ നിന്ന് എങ്ങനെ പൊസിഷൻ മൂവ് ചെയ്യണം ഞാൻ പറയണത്, എനിക്ക് ലാസ്റ്റിൽ പൊസിഷൻ അല്ലെങ്കിൽ ഫസ്റ്റിൽ നിന്ന് പൊസിഷൻ നമുക്ക് മുകളിലിരിക്കട്ടെ. ഓക്കെ, ലാസ്റ്റിൽ വരുമ്പോൾ പൊസിഷൻ താഴ്ന്നു വരട്ടെ. ഓക്കെ, ഇനി നോക്കിയേ ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒപ്പാസിറ്റി. സോ ടി ഫോർ ഒപ്പാസിറ്റി. ഒപ്പാസിറ്റിക്ക് ടി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, യു അടിക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ വരുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒപ്പാസിറ്റിയും കുറയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ മാക്സിമം മൂവ്. ഇനി നോക്കിയേ ഇവിടെ ഇല്ലയോ, അല്ലെങ്കിൽ ആദ്യം ഒപ്പാസിറ്റി വേണ്ട, ഇവിടെ എത്തുമ്പോൾ ഒപ്പാസിറ്റി മതി. ഉണ്ടോ? ഇപ്പം ഇതിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് ഡിലേ കൊടുക്കാം. പൊസിഷൻ കഴിഞ്ഞിട്ട് സ്കെയിൽ മതി എന്നുണ്ടെങ്കിൽ പൊസിഷൻ കഴിഞ്ഞിട്ട് സ്കെയിലിനെ സെലക്ട് ചെയ്തിട്ട് ഒരു കീ ഫ്രെയിമേ, അത് കഴിഞ്ഞിട്ട് എനിക്ക് റൊട്ടേഷൻ മതി ഒരു കീ ഫ്രെയിമേ, ഇത് കഴിഞ്ഞിട്ട് ഇത് മതി. സോ ഇവിടെ സെലക്ട് ചെയ്യുക, ഇതിന് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ നോക്കി കഴിയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒപ്പാസിറ്റിക്ക് കീ കിടക്കുന്നതുകൊണ്ടാണ് അതൊരു പ്രശ്നം. ആദ്യമേ കാണാത്തത് ഒരു കീ ഫ്രെയിം ഫുള്ളങ്ങ് മൂവ് ചെയ്തിട്ട് കൊടുത്താൽ മതി. കണ്ടോ? ഇപ്പം നോക്കിയേ, ഒപ്പാസിറ്റിയാണ് വിഷയം. കണ്ടോ? 0-യിലാണ് കിടക്കുന്നത്. ഇത് ഓണാക്കി കൊടുത്താൽ മതി. ഇനി നോക്കിയേ, ഇപ്പം എല്ലാം കാണാമല്ലോ. കിട്ടിയോ? അപ്പോൾ നമുക്കിങ്ങനെ ഡിലേ കൊടുക്കുക. എപ്പോഴും എല്ലാ അനിമേഷൻസിനും നമ്മൾ ഡിലേ കൊടുക്കുക. ഡിലേ കൊടുത്താലേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ കുറച്ച് ഡിലേ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കലി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഏതാണ് ഈ ഒരു അനിമേഷൻ്റെ ഈ ഒരു സംഭവം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ.